ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 18 സന്യാസത്തിൻ്റെ പരിപൂർണത. ശ്ലോകം 54. ബ്രഹ്മഭൂത പ്രസന്നാത്മാ ന ശോചതി ന കാംക്ഷതി സമസർവേഷു ബോധേഷു മദ്ഭക്തിം ലഭതേ പരാം. വിവർത്തനം. ഈ ആധ്യാത്മികാവസ്ഥയിൽ എത്തിച്ചേർന്നവൻ പരബ്രഹ്മ സാക്ഷാത്കാരം സിദ്ധിച്ച് പരമാനന്ദം അനുഭവിക്കുന്നു. അയാൾക്ക് ദുഃഖമില്ല, ആഗ്രഹങ്ങളില്ല. സർവഭൂതങ്ങളിലും സമഭാവനയാണ് അയാൾക്കുള്ളത്. ഈ നിലയിൽ അയാൾ വിശുദ്ധ ഭക്തിയോടെ എൻ്റെ സേവനത്തിൽ മുഴുകുന്നു. ഭാവാർത്ഥം: പരമസത്തയോടുള്ള ഏകീഭാവമായ ബ്രഹ്മഭൂതാവസ്ഥയിലെത്തുക എന്നതാണ് വ്യക്തിശൂന്യവാദിയെ സംബന്ധിച്ചിടത്തോളം അന്തിമമായിട്ടുള്ളത്. വ്യക്തിഗതവാദിയും ശുദ്ധഭക്തനുമായ ഒരാളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധ ഭക്തിയുത സേവനത്തിൽ മുഴുകാൻ ഇനിയും സഞ്ചരിക്കേണ്ടതുണ്ട്. ഭഗവത് സേവന കർമ്മത്തിൽ ഏർപ്പെടുന്നവൻ മുമ്പ് തന്നെ മുക്തിപദമെന്ന ബ്രഹ്മഭൂതാവസ്ഥ, പരമസത്തയോടുള്ള ഏകീഭാവം പ്രാപിച്ചിരിക്കുമെന്നർത്ഥം. പരമസത്യവുമായി ഐക്യം പ്രാപിക്കാതെ ഒരാൾക്കും അവിടുത്തെ സേവിക്കാനാവില്ല. നിരപേക്ഷ സങ്കല്പത്തിൽ സേവ്യസേവക ഭേദമില്ലാതാകുന്നുണ്ട്. എങ്കിലും ഉന്നതമായ ആധ്യാത്മിക പരീക്ഷണത്തിൽ വ്യത്യാസം നിലനിൽക്കുന്നതായി കാണാം. ഭൗതിക ജീവിത ദൃഷ്ട്യാ ഇന്ദ്രിയ സുഖപൂർത്തിക്കായി പ്രവർത്തിക്കുന്നവർക്ക് ദുഃഖം ഒഴിച്ചുകൂടാത്തതാണ്. നിരപേക്ഷ ലോകത്തിലാകട്ടെ ശുദ്ധഭക്തിയോടെ സേവനത്തിലേർപ്പെടുന്നവർക്ക് ദുഃഖങ്ങളില്ല. കൃഷ്ണാവബോധനിഷ്ഠനായ ഭക്തന് ആഗ്രഹത്തിനോ ആവലാതിക്കോ കാരണമുണ്ടാവില്ല. ഈശ്വരൻ പരിപൂർണനാകയാൽ ഭഗവത് സേവന നിരതനായ ജീവാത്മാവും സ്വയം പരിപൂർണനാവുന്നു. മാലിന്യമെല്ലാം നീങ്ങിക്കഴിഞ്ഞ പുഴ പോലെയാണ് അയാൾ. കൃഷ്ണനെക്കുറിച്ചല്ലാതെ വേറെ യാതൊരു ചിന്തയുമില്ലാത്തതിനാൽ ശുദ്ധഭക്തൻ എപ്പോഴും സന്തുഷ്ടനാണ്. ഭഗവത് സേവനത്തിൽ പൂർണ്ണമായും മുഴുകിയതുകൊണ്ട് അയാൾ നഷ്ടത്തിൽ ദുഃഖിക്കുകയോ ലാഭത്തിനായി ആഗ്രഹിക്കുകയോ ചെയ്യുന്നില്ല. ഓരോ ജീവസത്തെയും ഭഗവത് അംശമാകയാൽ എന്നേക്കും അവിടുത്തെ സേവകനാണെന്നറിയുന്ന അയാൾക്ക് ഭൗതിക സുഖങ്ങളിൽ താല്പര്യമുണ്ടാവില്ല. ഈ ഭൗതിക പ്രപഞ്ചത്തിൽ ഒരാളെ ഉത്കൃഷ്ടനെന്നോ മറ്റൊരാളെ അധമനെന്നോ അയാൾ കരുതുകയില്ല. ഉത്തമ അധമ സ്ഥിതികൾ ക്ഷണികങ്ങളാണ്. അത്തരം ക്ഷണികങ്ങളായ ആവിർഭാവ തിരോഭാവങ്ങൾ ഭക്തന് ബാധകമല്ല. അയാൾ പൊന്നിനും കല്ലിനും ഒരേ വിലയെ കൽപ്പിക്കൂ. ഇതാണ് ബ്രഹ്മഭൂതാവസ്ഥ. വിശുദ്ധനായ ഭക്തന് എളുപ്പത്തിൽ ഇവിടെ എത്താൻ കഴിയും. ഈ നിലയിൽ പരബ്രഹ്മത്തിൽ ലയിച്ച് സ്വന്തം വ്യക്തിത്വം നശിപ്പിക്കുന്നത് നരകതുല്യമായും സ്വർഗരാജ്യപ്രാപ്തി ആകാശപുഷ്പമായും ഇന്ദ്രിയങ്ങൾ പാമ്പിൻ്റെ തകർന്ന വിഷപ്പല്ലുകളായും അനുഭവപ്പെടും. വിഷപ്പല്ലുകൾ തകർന്ന സർപ്പത്തെ എന്ന പോലെ ആത്മനിയന്ത്രിതങ്ങളായ ഇന്ദ്രിയങ്ങളെയും ഭയപ്പെടാനില്ല. ഭൗതിക വിഷബാധയേറ്റ മനുഷ്യനെ പ്രപഞ്ചം ദുരിതപൂർണമാകുന്നുള്ളൂ. എന്നാൽ ഭക്തന് ലോകം പരവ്യോമത്തെപ്പോലെയോ വൈകുണ്ഠത്തെപ്പോലെയോ മഹിമയുറ്റതാണ്. ഈ ഭൗതിക വിശ്വത്തിലെ ഏറ്റവും വിശിഷ്ടനായ വ്യക്തിയും ഭക്തൻ്റെ ദൃഷ്ടിയിൽ ഒരെറുമ്പിനേക്കാൾ മാന്യനല്ലതാനും. ഈ നിലയിൽ എത്തിച്ചേരാൻ ഇന്നത്തെ കാലഘട്ടത്തിന് ഉചിതമായ വിശുദ്ധ ഭക്തിയുത സേവനം പ്രചരിപ്പിച്ച ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ കരുണയെ സഹായമുള്ളൂ. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.